അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ആള് ഡോക്ടറാണ്. വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആള് ആദ്യം എന്നെ കാണാൻ വരുന്നതൊരു ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ്. കോവിഡൊന്നും അല്ല. ഭയങ്കര ആങ്ഷ്യസ്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടി, സംസാരിക്കുമ്പോൾ ചെറിയ വിറയല്. എൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുന്ന സമയം അത്രയും ആള് നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. അടുത്ത കുറേ മാസങ്ങൾ ഹി ടുക്ക് റെഗുലർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് തെറപ്പി. സീൻ നമ്പർ 2 6 മാസങ്ങൾക്ക് ശേഷമാണ്. ഹി അഗൈൻ വാക്ക്ഡ് ഇൻ ടു മൈ റൂം. ക്രിസ്പ് ഷർട്ട്, കോൺഫിഡൻറ്റ് സ്മൈൽ. ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. ഹി വാസ് അൺറെക്കഗ്നൈസബിൾ. എനിക്ക് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ തന്നെ പറ്റിയില്ല. ആള് പറഞ്ഞ ഒരു കാര്യം എനിക്ക് മറക്കാൻ പറ്റില്ല. 25 വർഷത്തോളം ആങ്സൈറ്റിയുമായിട്ട് ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നും ലൈഫ് ഇത്ര സ്ട്രഗിൾ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രത്യേകിച്ച് ഒരു സെൻറ്റൻസ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോഴാണ് നോർമൽ പീപ്പിൾ ലൈഫ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായതെന്ന്. ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ലൈഫിൽ മാറ്റി വെച്ചിരുന്ന പല ആഗ്രഹങ്ങളും ആൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. സ്വിമ്മിങ്, സ്കൈ ഡൈവിങ്, സ്ക്യൂബ ഡൈവിങ്, അഡ്വഞ്ചർ സ്പോർട്സ്, അങ്ങനെ പലതും. ആളുകളോട് ഇടപെടുന്നതിൽ കുറെ കൂടെ കോൺഫിഡൻ്റ് ആയി. ജോലി ബെറ്ററായിട്ട് ചെയ്യാൻ തുടങ്ങി. ദ പോയിന്റ് ഇസ്, സം പീപ്പിൾ സ്പെൻഡ് ദെയർ എൻറ്റയർ ലൈഫ്സ് തിങ്കിങ് സഫറിങ് ഇസ് ജസ്റ്റ് ദെയർ പേഴ്സണാലിറ്റി. മനസ്സിലായോ?